ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം രണ്ടാളും നേരത്തെ നീച്ചുകാണ്ട് ഒതുക്കങ്ങൾക്ക് പോകാനുള്ള പരിപാടിയിലാട്ടോ. രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചുകാണ്ട് പോകാനുള്ള പരിപാടിയിൽ നിൽക്കാം. ഞാൻ പറഞ്ഞു രാവിലെ തന്നെ പോയിക്കോളി, വെയിലാകാൻ നിൽക്കണ്ടാന്ന്. അതിർത്തി ചാടില്ലട്ടോ. എത്ര കയ്യുമേ? ഓ കയ്യുമ വാവുണ്ട്. ഇപ്പൊ രാവിലെ തന്നെ 8 മണിയൊക്കെ കഴിക്കണ ഇറങ്ങിയപ്പെട്ടോ. നമ്മളെ മാനുക്കാക്കാൻ്റെ ഓട്ടോ ഉണ്ട്. അപ്പോൾ രണ്ടാളും മാത്രമാണ് പോണത് കേട്ടോ. ഇത് പറഞ്ഞു നിങ്ങൾ പോരിമ്മ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ രണ്ടാളും പോയാൽ മതി, ഞാൻ പോവുകയാണെങ്കിൽ ബേബിയാളെയും കൊണ്ടുപോകണ്ടേ. അപ്പം രാവിലെ തന്നെ ആവുമ്പോഴേ ബേബിയൊക്കെ കാറ്റൊക്കെ തട്ടുമ്പോൾ ഓട്ടോ അല്ലേ, അപ്പോൾ അസുഖങ്ങളൊക്കെ കൂടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓല് രണ്ടാളും പോവുകയാണ് കേട്ടോ. പൊന്നൂസ് ഓല ഒച്ചയൊക്കെ കേട്ടുകാണ്ട് എണീറ്റ് പോകുന്നതാണ് രാവിലെ തന്നെ. ഞാൻ പറഞ്ഞില്ല 5 മണിക്കൊക്കെ എണീറ്റ് കാണ്ട പിന്നെ അങ്ങനെ കിടന്നുറങ്ങണ. പിന്നെ 8-9 മണിയൊക്കെ ആവും ചിലപ്പോൾ എണീക്കാൻ. ചിലപ്പോൾ ഒരാൾ എണീക്കും. ഇവരെ ഒച്ച കേട്ടുകാണ്ട് എണീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ പണികളൊക്കെ കഴിക്കും ഞാൻ. അപ്പോൾ കാക്കു ലൈസൻസ് എടുക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും റിതു പോയിക്കാണ്ട് ലൈസൻസ് ഒക്കെ എടുത്തുകാണ്ട് പോവാണ്. രാവിലെ തന്നെ ബസ്സിന് പോവാന്നാ കാക്കു പറഞ്ഞിന് കേട്ടോ. അപ്പോൾ ഓന് ചോദിച്ചന്വേഷിച്ച് പോവുകയൊക്കെ വേണ്ടേ. അപ്പോൾ ഓന് ഛർദിൽ വരും ബസ്സിൽ പോയാൽ വേണ്ടായിരുന്നു. അപ്പോൾ ബൈക്കുമ്പോൾ പോവാറിനപ്പോൾ ഞാൻ സമ്മതിച്ചോവില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലല്ലേ, അപ്പോൾ ഓൻ എപ്പോഴും തലമിന്നലൊക്കെ ആവും കരുതികാണ്ട് ഇപ്പോൾ പറ്റ ക്ഷീണിച്ചും ചെയ്തിക്കണ കുട്ടി. അങ്ങനെ നമ്മളെ മാനുക്കാക്കാൻ്റെ വണ്ടി ഒഴിഞ്ഞ് കിട്ടിയപ്പോൾ അങ്ങനെ രണ്ടാളും കൂടിയാണ് പോവട്ടോ. ചോദിച്ച് അന്വേഷിച്ച് പോവാന്ന് കരുതി. അപ്പം നമ്പറും ബുക്കിംഗ് നമ്പറും ഒന്നുമില്ല, ഒന്നും അറിയില്ല. അപ്പം ഇന്നലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയുന്നുണ്ട് ബുക്ക് ചെയ്യൊന്നും വേണ്ടാത്ത അങ്ങനെ പോയാൽ മതിയെന്ന്. ഇന്നലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് വളരെ ഉപകാരമായിട്ടോ. പഴമൊക്കെ കൊണ്ട് പോവേണ്ടിയെന്ന് അതൊന്നും അറിയില്ലല്ലോ നമുക്ക്. അപ്പം ചെറുപഴമൊക്കെ വാങ്ങിച്ചു കണ്ടാണ് കാക്കു പോയത് കേട്ടോ. എന്താ എങ്ങനെയൊന്നൊന്നും അറിയില്ല. അവിടെ പോയോലോ ആരുമില്ല. കാക്കു കുറേ അന്വേഷിച്ചൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെ നിന്ന് ആരൊക്കെ പോയി എന്നൊക്കെ പറയുന്നിട്ട് കാക്കു അവിടെ പോയി ചോദിച്ചൊക്കെ ചെയ്ത്. അപ്പം അതിന് തുമ്പും പാലൊന്നും കിട്ടിയില്ല, നമ്പറൊന്നും ഇല്ലാനും. അപ്പം ഞാൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ചാണ് പോയിക്കോളി, അവിടെ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, അവർ സ്ഥിരം മരുന്ന് കൊടുക്കണല്ലേ. അപ്പം ഇനി ഓലില്ലെങ്കിൽ ഓല ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പറഞ്ഞു. അപ്പോൾ വൈക്കന്ന് കാക്കു അതിൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ കേട്ടോ ലേസം ചെറുപഴമൊക്കെ വാങ്ങിച്ചു കണ്ട് അങ്ങോട്ട് പോയിട്ടോ. എന്തായാലും ചോദിച്ച് അന്വേഷിച്ചിക്കാണ്ട് തന്നെയാണ് പോയത് പറഞ്ഞു കാക്കു. അവിടെയൊക്കെ ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് കിട്ടിയത്, ഇവിടുന്ന് കുറച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതാക്കണ അവരെ വീടിട്ടോ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കാക്കു പറഞ്ഞു അവരെ വീടും പരിസരമൊക്കെ ഒന്നും എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു എന്നല്ലാതെ അവരെ മുഖമൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കാക്കു. എന്താ വെച്ചാൽ എല്ലാവർക്കും ഒന്നും ഇതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല, പിന്നെ നമ്മൾ യൂട്യൂബർമാരാന്ന് അറിയില്ല. അപ്പം അത് വേണ്ട വെച്ചുകാണ്ട് അങ്ങനെ പുറം ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. എന്തായാലും ഓട്ടോ നിർത്തിക്കാണ്ട് അവിടെ വെല്ലടിച്ചപ്പോൾ ഒരാൾ ഇറങ്ങി വന്നു പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പഴം കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഒരു പഴം കൊണ്ട് കണ്ട് കാക്കു കയറി പോവാട്ടോ. അവർ വാതിലൊക്കെ തുറന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു. രണ്ടാളോട് വോയിസ് ചെയ്യാൻ കൊടുക്കാട്ടോ. ഇത് പറഞ്ഞു നിങ്ങൾ വോയിസ് കൊടുത്തോണ്ടേന്ന്. അപ്പോൾ രണ്ടാളും അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. നല്ല സ്വഭാവമാണ് ഉമ്മ, നല്ല കാര്യങ്ങളൊക്കെ ആയി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവിടെ അകത്തൊക്കെ കയറി ഇരുത്തി അവർ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ടെസ്റ്റ് അവർ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ കാക്കു എനിക്ക് വിളിച്ചു കണ്ട് നമ്മളിവിടുത്തെ ഫോണിന് വാട്സപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. മരുന്നും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് വിടാൻ പറഞ്ഞു. അപ്പോൾ ആ മരുന്നൊക്കെ കൊടുത്തു. അവർ മടങ്ങി പോരുകയാണ് കേട്ടോ. ഇതാണ് അവരുടെ വീടും കാര്യങ്ങളൊക്കെ. അവരെ ആളുകളെ ഒന്നും പെടുത്തിയിട്ടില്ല. അപ്പോൾ അവിടെ കുറേ നേരമൊന്നും നിന്നിട്ടില്ല, ഒരു 10-15 മിനിറ്റൊക്കെ അവിടെ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവർ ഇറങ്ങി വന്നു പറഞ്ഞു കേട്ടോ. അവർക്ക് സന്തോഷമായിട്ടുണ്ട്. രാവിലെ തന്നെ വന്നപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പം തന്നെ വന്നുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ. കഴിക്കാൻ പറ്റില്ല, പിന്നെ മുട്ട കോഴി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല. ഇയാൾ പറഞ്ഞാൽ എന്താ അറിയോ, ഉപ്പേര് കഴിക്കാം, അങ്ങനത്തെ പ്രശ്നമല്ല, ഉപ്പേരുകൾ കഴിക്കാം. പിന്നെ എന്താ പറഞ്ഞേ രണ്ടുനേരം മരുന്നൊക്കെ 2 നേരം കുടിക്കാന്. പിന്നെ പിന്നെന്താ പറഞ്ഞേ മുസംബിയെ പറഞ്ഞു പൈനാപ്പിള് അത് പറഞ്ഞേ. പിന്നെ ഇപ്പൊ ആൾ പറഞ്ഞത് മറക്കണീനാട്ടോ, അത് ഞാൻ ഇതിലൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ആൾ പറഞ്ഞു പാല്, അതായത് 21 ഗ്ലാസ് പാല്, അത് 21 ദിവസം കുടിക്കണം, ഓരോ ഗ്ലാസ് പാല്. എന്താ പറയുക അമ്മ നമ്മൾ പറഞ്ഞു അവിടെ എത്തുമ്പോൾ നമ്മൾ മറക്കുപോയി. പിന്നെ അമ്മക്ക് പറഞ്ഞിട്ട് 2 നേരം കുടിക്കാന്. പിന്നെ പറയാം
കാരക്ക 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 ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ വേറെ കാര്യങ്ങളും പറഞ്ഞല്ലോ, വെള്ളം കുടിക്കാൻ പറഞ്ഞില്ല, എടുക്കാനും പറഞ്ഞു. പിന്നെ ഇത് കൊടുത്തോളിയായിരുന്നു, എണ്ണയിലൊക്കെ ലേസിച്ച് കൊടുക്കാറ് വറുത്തതൊക്കെ. അത് പേരുകൾ സുറുക്കി അച്ചാറ്, സുറുക്ക അച്ചാറ് അത് പറ്റില്ല, ഉപ്പ് കൂട്ടാം, ഉപ്പ് കുഴപ്പമില്ല. അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് കൂലി നമുക്ക് 3 നേരമാക്കാം. 2 നേരം വന്നത്, 1 നേരം എണ്ണ കുളിച്ചാൽ, രാവിലെ എണ്ണ കുളിച്ചാൽ, വൈകുന്നേരം എണ്ണക്കാതെ കുളിച്ചാൽ പറഞ്ഞു. പിന്നെ വെള്ളം നല്ലോണം കുടിക്കാനാണ്, വെള്ളം കുടിക്കാനാണ്. ഓക്കെ ഓക്കെ, പത്രമുള്ളൂ. ഒരു ചാടിക്കണം. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ വെച്ചാൽ വെജിറ്റേറിയൻ ഹോട്ടലുണ്ടാവും അവിടെ. പിന്നെ പൊറാട്ട ഉണ്ടോ? പൊറാട്ട പറ്റില്ല, എണ്ണക്കടികൾ പറ്റില്ല. അല്ല പറഞ്ഞു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇംഗ്ലീഷ് മരുന്നുണ്ടെങ്കിൽ കുടിക്കാൻ പറഞ്ഞു. ഇതാ പയം മുണിങ്ങി. പയം വിഴുങ്ങിയോ? പയം മുണിങ്ങിയാൽ പോയപ്പോ ഒരു മുണ്ടാട്ടമല്ലായിരുന്നു. പയം മുണിങ്ങിയ ശേഷം ഭയങ്കര ഉഷാറ്. പിന്നെ ദോശ തിന്നു എണ്ണല്ലാതെ, പിന്നെ കരിമ്പ് ജ്യൂസ് കുടിച്ചു, ചായ കുടിച്ചു. പൊന്നുവാ ഓന് വിശപ്പ്, ഇപ്പൊ വിശപ്പ് കുടിക്കും. അത് പറയുന്നത് എത്താ കാക്ക പറഞ്ഞു പയം മുഴുങ്ങ പയം മുഴുങ്ങാൻ പയം മുഴുങ്ങാൻ പോയപ്പോഴേ പേടിച്ചില്ല. പൂടുണ്ട് പേടിയുണ്ട്. ഇത്ര ഇത് പയം മുഴുങ്ങാനല്ലേ? ഇനിയിപ്പോ പയം എന്ന് പറഞ്ഞാൽ മൈസൂർ പയം അല്ലേ, മുണിങ്ങാലും അവിടെ പോകൂലേ? ഇവന് പേടി. എന്നിട്ടോ എത്ര കാട്ടിയ ഒരു പഴത്തിന്റെ തുമ്മ മുണിങ്ങിച്ചിക്ക ചമച്ചുകാണ്ടാണോ? ഫസ്റ്റ് അയാള് ഇത്ര കാടി തന്നൊരു തുമ്പ് അവിടെ കടിച്ചാണ്ട് മുണുങ്ങ. ആദ്യം ഞാൻ മുണുങ്ങി, അതില് മരുന്ന് പോയില്ല, മരുന്നും ഒരു ഭാഗം അവിടെ നിന്നു, മരുന്നില്ലാത്ത ഭാഗം മുണുങ്ങിപ്പോയി. അതില് ഒരു കയ്പ്പ് ചോയ്ക്ക, ഒരു വെള്ളം നിന്നു, അവണ് കുടിച്ച് നിന്നു, പിന്നെ ഭയം നിന്നു. അതിന്റെ ബാക്കി ശരിയായോ? എന്നാ കേറി അവത്ത് കിടക്കേ. രാവിലെ 8 മണിക്ക് പോയിക്കണ് കേട്ടോ മക്കളെ, 8:30 പോയിക്കണ്. വരികയാണ് രണ്ടാളും. അതാ പെയിന്റ് പണി പാക്കില്ലേ അല്ലേ? പെയിന്റ് പണി കുറേയൊക്കെ ആയിട്ടോ. അങ്ങനെ കാക്കു തന്നെയാണ് ചെറിയ ചെറിയ ബോട്ടിലൊക്കെ കൊടുന്ന് അടിച്ചത്. ഇതെന്താ പെയിന്റ്? ചക്കറ പെയിന്റ് അടിച്ചത്. തുറന്ന ഓളുണ്ട്. എന്തേ മദ്രസ ഒന്നുമില്ല. ഇത് സാൻഡ് പേപ്പർ. ആണോ? ചെറിയില്ലേ? ആദ്യം ഇപ്പൊ അതിന്റെ മക്കളുണ്ട്, പിന്നെ അതിന്റെ മരുകളുണ്ട്. അവിടെ പോയ പെടൂല, അതിന്റെ കാര്യമുണ്ട്. അവിടെ എത്താണ് സംഭവം? അവിടെ കൊറേ തിരക്കുണ്ടോ? തിരക്കൊന്നുമില്ല. ആ സാധാ പച്ചമരുന്ന് കൊടുക്കാൻ മാറി കൊടുക്കാം. രാവിലെ പോകാൻ നല്ല സുഖം. ആള് പറഞ്ഞു ഞാൻ പൂച്ചിനോടൊക്കെ രാവിലെ വരാൻ പറഞ്ഞു. കാരണം 12 മണി പിന്നെ ചൂടാണ്, ഭയങ്കര കെല്ലിയതാണ്. ആരാ ഇതിന്റെ മെയിൻ ആള്? അത് എന്തെങ്ങനെ മെയിൻ മുസ്ലിങ്ങളാ? എത്തേലും പറഞ്ഞോ നിങ്ങളോട്? അയാള് പറഞ്ഞെന്താ വെച്ചാല് ടെസ്റ്റ് കൂടുതലൊന്നും വലിയൊന്നുമില്ലല്ലോ. പിന്നെ ആള് പറഞ്ഞ ടെസ്റ്റ് നോക്കാതെ നമുക്ക് പിന്നെ എന്താ ഏതാണ് നോക്കിയത് നോക്കണം. നമ്മള് ഇത് കൊണ്ടിട്ടില്ലല്ലോ, ടെസ്റ്റ് കൊണ്ടിട്ടില്ലല്ലോ.
കുഴപ്പമൊന്നുമില്ല. ആള് പറഞ്ഞെന്താ വെച്ചാലേ പൈനാപ്പിൾ കൊടുക്കാൻ പറ്റില്ല, ഈത്തപ്പഴം കൊടുക്കാൻ പറ്റില്ല, പിന്നെ മുസമ്പില്ലേ മുസമ്പി കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആള് പറഞ്ഞതേ കഞ്ഞി ഉപ്പിട്ടാണ് കുടിച്ചാ ഉപ്പേരി തിന്നാ. ഉപ്പേരി കുറഞ്ഞ ഇതല്ലേ ഉള്ളൂ, അതല്ല ഉപ്പേരി തിന്നാ. പിന്നെ അച്ചാറും സുർക്കിയും ഉപയോഗിക്കരുത്. രാവിലെ എണ്ണ വെച്ച് കുളിച്ചാ, വൈകുന്നേരം എണ്ണയൊക്കെ കുളിച്ചാ. വെള്ളം നല്ലോണം കുടിക്കുക, തിളപ്പിച്ച ചൂടാറിയ വെള്ളം കുടിക്കാൻ. പിന്നെ തരാ ഇറച്ചി മീനൊക്കെ 2 മാസത്തിന്. ഇറച്ചി മീനൊന്നും പിന്നെ വല്ലാതെ തിന്നണ്ട. ബിരിയാണി എണ്ണ നെയ്ച്ചോറൊന്നും ഇപ്പൊ തിന്നെത്തിച്ചോ. അങ്ങനെ ഇതിട്ടല്ലോ, ഇത് എണ്ണ നന്നാൻ പറ്റൂല, വെളിച്ചെണ്ണ നന്നാൻ പറ്റില്ല, വയലിനാൻ പറ്റില്ല, പേടിപ്പിച്ച സംഗതി. അങ്ങനെ നല്ലത് സംഗതി. സംഗതി നമ്മള് നിയന്ത്രിക്കാറുള്ളൂ. ആവശ്യമില്ലാത്ത സാധനം കൊണ്ട് വിടുന്നത് അത്രേ ഉള്ളൂ. നമുക്ക് നമുക്കെന്താ അങ്ങനെ ഇന്നലത്തെ മാതിരി ആകെ ഒലിച്ചണുണ്ട്. നെറ്റിയൊക്കെ കുഴക്കരുന്ന്. ഒരു പണി എന്തെങ്കിലും എടുത്താൽ പിന്നെ വെച്ച ആകെ നനഞ്ഞു. ഒരാളെ ഉറക്കിയാണ്. ഷെയ്മോള് മുറ്റൊക്കെ അടിച്ചു വരികാണ്ടൊക്കെ വൃത്തിയാക്കി തന്നു. ആകെ ഞാൻ അടിച്ചു വരിയതാ പോയിക്കണം. നെറ്റിയൊക്കെ ഒക്കെ ആകെ ഒലിച്ചണം. ഇന്നലെ കമൻറ്റ് ബോക്സിൽ ആരോ പറയുന്നുണ്ട് താത്ത ബ്ലഡ് കമ്മിയും ഇതൊക്കെയാണ് അതിനുണ്ടായിനി അറിയണ്ട. ഒന്ന് പോയി നോക്കണം. എനിക്ക് ബ്ലഡ് കമ്മി ഉണ്ടോ തോന്നണം. എനിക്ക് 13 ഉണ്ടല്ലോ. നോർമൽ ഇതുവാ. പിന്നെ തരണം തന്നു. കുറെ ആളെ അനുഭവം പറയുന്നുണ്ട്. ഉഷാറാണ് അറിയണ്ട്. എന്തായാലും തിന്നില്ലേ. ഞങ്ങളവിടെ പോയി ചോദിച്ചപ്പോ ആൾക്കാർ പറഞ്ഞു ഇനി അല്ലെങ്കിൽ ഓരോ മരുകളുണ്ട് അവിടെ, അല്ലെങ്കിൽ ഓരോ ഏട്ടനുണ്ട്, ഞങ്ങൾ പിന്നെ മരുന്നില്ലാതെ നിങ്ങൾ ഇതാവുന്നതാണ്. അത് നല്ല ഡീസൻറ്റ് ആൾക്കാർ പറഞ്ഞു തരില്ല. നമുക്ക് ആൾക്കാർ വൈകി ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നുമ്പോൾ നമുക്കൊരു വിശ്വാസം. കാരണം വെച്ചാൽ ചിലതുണ്ടല്ലോ നമ്മൾ അവിടുത്തെ അത് അതിലാണ് പോയിട്ട് അങ്ങനെ അവിടെ ചോദിച്ചാൽ മതി അറിയില്ലേ. അപ്പോൾ ഒരു മെയിൻ ഇല്ലാത്ത വർത്താനം ഇതാണല്ലോ. നല്ലൊരു രീതിയിൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ല അങ്ങനൊരു മട്ടത്തിൽ പറഞ്ഞു തരുന്നുണ്ട് ആൾക്കാർ. 2-3 ആൾക്കാർ കേൾക്കണമൊക്കെ പറയും. പിന്നെ ഇവിടുന്ന് പോയാൽ മതി വെച്ചാൽ ആ ട്രാൻസ്ഫർ അതിനെ ഇങ്ങനെ വെച്ചാൽ പറഞ്ഞു നമ്മൾ കുളത്തിൽ പോയി. ചിലർക്ക് ഉണ്ടല്ലോ ഒരു മെയിൻ അവിടെ ആരുമില്ല. ഇനി ചെന്നപ്പോ തിരക്കൊന്നും. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ടീം വന്ന് പോയി. 1 ടീം വന്ന് പോയി. എന്താ പൈസ എന്താ പൈസ കളാറ് എന്തായാലും തന്നല്ലേ അതെയാ എന്താ വേണ്ട ചോദിച്ചു. അപ്പൊ അറിയുന്നു 200 അതിനുള്ളുണ്ട്, 100 അതിനുള്ളുണ്ട്, എന്തുണ്ട് നമ്മളെ ഇഷ്ടല്ലേ. പൈസക്ക് ഇരിക്കല്ല, അസുഖം മാറിക്കോട്ടെ. ഇപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞു കരുതിക്കാണ്ട് ചാടി കളിച്ച് നടക്കൊന്നും മടക്കായിരുന്നു. റെസ്റ്റ് ഉണ്ട്, ഇതിന് നല്ല റെസ്റ്റ് ഉണ്ട്. അതിന്റെ അവയവങ്ങൾക്കൊക്കെ റെസ്റ്റ് വേണം. വെള്ളം കുടിക്കുക, പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ ഒഴിവാക്കുക, പിന്നെ ഭക്ഷണങ്ങള് കഴിക്കുക ഒക്കെ പറഞ്ഞു. അത് ഉപ്പേരി കഴിക്കുന്ന കുഴപ്പമില്ല. പക്ഷെ അച്ചാറ് സുർക്ക അങ്ങനെ അതൊന്നും ഉപയോഗിക്കരുതാണ്. ഉപ്പേരി ഉണ്ടല്ലോ എണ്ണ തിളച്ച് കലക്കി തുപ്പിച്ചാൽ കുഴപ്പമില്ല. അത് കൊടുത്തോണ്ട് കഞ്ഞിയിൽ ഉപ്പിട്ടാണ് കൊടുത്തോണ്ട് അത് പറഞ്ഞു. കറികള് പനീനൊന്നും കുഴപ്പമില്ല. അതൊന്നും പിന്നെ ഇറച്ചി മീനൊന്നും ഒഴിവാക്കുകയാണ്. നല്ലതാണ്. ബിരിയാണി നെയ്ച്ചോറും ചിപ്പിളിക്കുന്തിയോളോടെ ഞങ്ങളിപ്പോ എന്താ കാട്ടണ്ടേ? നാളെ പോവേ? ഇന്നൊന്നും പോവൂല. നാളെ ഇച്ചുവിന് മദ്രസ ഉണ്ടേ. ഇച്ചുവിന് നാളെ പരീക്ഷയാണേ. ഇജ് പോരണ്ട കേട്ടോ. ഇജ് ഇവിടെ വന്നോ. ഇജ് ഇപ്പം ഇവിടെ വന്നോ. അപ്പ പിന്നെ മുത്തമ്മ ഇറങ്ങാൻ നേരത്ത് വന്നോളൂ. അതൊക്കെ കാക്കുവിന്റെ ഫ്രണ്ടിന്റെ മാനുക്കാക്കാന്റെ ഓട്ടോയിലാ പോയിന് കേട്ടോ. മാനുക്കാക്ക ടിപ്പർ ലോറിമേലും പോവും. അപ്പൊ വണ്ടി അവിടെ നിർത്തി പോവലാണ്. അല്ലാത്ത ദിവസങ്ങൾ മാനുക്കാക്ക ഓടലാണ് കേട്ടോ. അപ്പൊ കാക്കു എടുത്ത് പോരലാണ് വണ്ടി. നമ്മളെ സ്വന്തം ആളുകളെ പോലെയല്ല, ഫ്രണ്ടാണ് കേട്ടോ. എപ്പോഴും ആ വണ്ടി കുറച്ചൊന്നല്ല ഉപകാരം കിട്ടിക്കണ ആ വണ്ടി കൊണ്ട്. നമുക്ക് നമ്മളെ കൂട്ടം കുടുംബിലേറെ വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഓല വണ്ടിയിലാണ് കൂടുതൽ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ എപ്പോഴും പോയി എടുത്തോണ്ടിരാ. ധൈര്യത്തിൽ പോയി എടുത്തോണ്ടിരാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മളെ മുറ്റത്തൊക്കെ വണ്ടി കൊണ്ടുപോയോ കഴിഞ്ഞെങ്കിൽ കൊണ്ടു നിർത്തുക, അത്രേ ഉള്ളൂ.
മാനുക്കാക്കാന്റെ മതമൊന്നും മനുഷ്യന്മാരുണ്ടാവില്ലടാ ആരും. നമ്മക്കറിയാം അവനാന്റെ പെരയിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ടെങ്കിലും വെറുതെ നമുക്ക് മനസ്സറിഞ്ഞ് തരുന്ന വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ടിന് നമ്മളെ കൂട്ടം കുടുംബം ഒന്നുമല്ല, പക്ഷെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞൊരു ബന്ധം ഉണ്ടല്ലോ, അത് നല്ലൊരു ബന്ധം തന്നെയാണ് അല്ലേ. അപ്പം എത്രയൊക്കെ ഉള്ളു വീഡിയോ. അസ്സലാമു അലൈക്കും. അപ്പോൾ പോയി വന്ന വിശേഷങ്ങളൊക്കെയാണ് പങ്കിട്ടത് കേട്ടോ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോണ്ടി, ലൈക്ക് ചെയ്യോണ്ടി, കമൻറ്റ് ചെയ്യോണ്ടി, ഷെയർ ചെയ്യോണ്ടി. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.